അമ്പലത്തിൽ വെച്ച് പത്മ ആന്റിയെ കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ആന്റി എന്നോട് സംസാരിക്കുമെന്ന്. പക്ഷേ പത്മ ആന്റിയാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നന്ദിനിക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പേടിച്ചു. ആ പേടിയും വെറുതെയായി. ഇന്നെന്തോ എനിക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങണമെന്നും സൂര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും തോന്നി. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന കൂലിയാ. എന്നാ ഞാൻ പോട്ടെ നന്ദിനി. എണീറ്റു. താൻ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? മിത്ര മാഡത്തിനോട്. അവൾ എന്തിനാ ഇവിടെ വന്നേ? സാറിനെ കാണാൻ. എന്നെ കാണാനോ? സാറിന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് വന്നതാ. അവളെ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? ഞാനല്ല, പത്മ മേഡ കൂട്ടിക്കൊണ്ടുവന്നത്. ഓഹോ, പത്മ മേഡാണോ? അപ്പൊ റൂട്ട് മനസ്സിലായി. മിത്രയുടെ മനസ്സിൽ എന്നോട് പകയായിരിക്കുമല്ലോ. എന്നോട് പകയുള്ള എല്ലാവരോടും പത്മ മേഡത്തിന് ഇഷ്ടമായിരിക്കുമല്ലോ. ആ ഇഷ്ടത്തിന്റെ പേരിൽ അതൊക്കെ സംഭവിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? സാറിന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ഉറങ്ങുമ്പോഴോ? ആ. എന്നിട്ട് താൻ എന്താ എന്നെ വിളിക്കാതിരുന്നേ? വിളിക്കണ്ടെന്ന് മിത്ര മാഡം പറഞ്ഞു. ഞാൻ ഉറങ്ങുമ്പോ അവള് മാത്രമായിട്ട് എന്റെ മുറിയിലിരുന്നു അല്ലേ? അതിനെന്താ, രോഗിയെ കാണാൻ വരുന്നവരങ്ങനെയല്ലേ? ആരാ രോഗി? എനിക്ക് എന്താ അസുഖം പറ. സാർ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് അവളെ ഇഷ്ടമല്ല. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയത് ശരിയായില്ല. അതിന് കാരണം ഉണ്ടാക്കിയവരോട് ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കും കേട്ടാ. സർ നിൽക്ക്. ഈ വീട്ടിൽ വന്നിട്ട് മിത്ര മാഡം ആരോടും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്തിന്? ഏറ്റവും കൂടുതൽ പക തോന്നേണ്ടത് എന്നോടല്ലേ? എന്നോട് എത്ര മാന്യമായിട്ടാ സംസാരിച്ചിട്ട് പോയത്. പിന്നെ അവരുടെ ഭാഗത്ത് എന്താ കുഴപ്പം? നന്ദിനി, അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സർ, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മിത്ര മാഡത്തിന് സംഭവിച്ചത് എന്താ? വിവാഹം തീരുമാനിച്ച് കല്യാണ മണ്ഡപം വരെ എത്തി മനസ്സിലൊരു ജീവിതവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോ അവരുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയ താലി സാർ എന്റെ കഴുത്തിൽ കെട്ടി. എന്നിട്ട് അവരെന്താ സാറിന് എന്തേലും ചെയ്തോ? സാറിന്റെ കുടുംബത്തെ എന്തേലും ചെയ്തോ? ചെയ്യാൻ ശേഷിയില്ലാത്തവരാണോ? മുൻപ് മന്ത്രിയായിരുന്ന ആളല്ലേ മിത്ര മാഡത്തിന്റെ അച്ഛൻ? എന്നിട്ട് അവരെന്തേലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. മുഴുവൻ കേൾക്കൂ സർ. സാറിന്റെ അനുജത്തെ വേദയ്ക്കാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ സാർ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നോ? സാർ പകരം വീട്ടുമായിരുന്നില്ലേ? ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ നോക്കുമായിരുന്നില്ലേ? പറയൂ സർ. എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു കുഴപ്പക്കാരിയല്ല. അവരിവിടെ വന്നതും പോയതും വളരെ മാന്യമായിട്ടാ. എന്നോട് നല്ല രീതിയിൽ പെരുമാറിയ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറാൻ എനിക്കും അറിയാം. എനിക്ക് അവരുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. ഇവിടെ വന്നതിന്റെ പേരിലോ എന്നോട് സംസാരിച്ചതിന്റെ പേരിലോ സാർ ഒരു വഴക്കിനൊന്നും പോകണ്ട. അതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. നന്ദിനി, തന്റേതൊരു ശുദ്ധ മനസ്സാ. ചില കാര്യങ്ങളൊന്നും കണ്ടാൽ തനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, അമ്മയാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ അപമാന ഭാരമൊക്കെ മാറ്റിവെച്ച് അവൾ ഈ വീടിനകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ബിഹൈൻഡ് ദാറ്റ്. അതിന്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന്. സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓ ശരി ശരി ശരി, ഞാൻ അതങ്ങ് വിട്ടു. ഇപ്പൊ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതിനെന്താ മാർഗം? വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം, അല്ലാതെ ഇപ്പൊ എന്താ വേണ്ടേ? എടോ, തനിക്ക് എന്താ ഉണ്ടാക്കാൻ തോന്നുന്നു വെച്ചാൽ ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. സാറിന് എന്താ ഇഷ്ടം? താൻ എന്തുണ്ടാക്കിയാലും അതിനൊരു രുചി ഉണ്ടാവുമല്ലോ. സോ ഞാനത് സന്തോഷത്തോടെ കഴിക്കും. നന്നായി വിശക്കുമ്പോ സാറിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, സംസാരം കേൾക്കാനും നല്ല രസമുണ്ട്. ഈ പെണ്ണുങ്ങളെ എന്തൊക്കെ കാര്യത്തിലെ ഭംഗി കണ്ടുപിടിക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പോയി ഭക്ഷണം എടുത്തുവാ. എന്താ? പോയി ഭക്ഷണം കൊണ്ടുപോവാ നന്ദിനി. പോ ചെല്ല്.
സത്യത്തിൽ വിശക്കുമ്പോ ഭംഗി കൂടുന്നുണ്ടോ? ഉണ്ട് സർ. ഏ? ശരിക്കും നോക്കിക്കോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. കനകെ, ദോഷമാവിരിപ്പുണ്ടോ? ഉണ്ട്, കുറച്ചേ ഉള്ളൂ. ആർക്കാ ഇപ്പോ? സൂര്യ സാറിന് വിശക്കുന്നു പറഞ്ഞു. വിശക്കും. അകത്ത് കള്ളില്ലാത്തോണ്ട് നല്ല കത്തലായിരിക്കും. സൂര്യ സാർ ആത്മാർത്ഥമായിട്ടാ ഭക്ഷണം വേണമെന്ന് പറഞ്ഞത്. ഇനി കഴിച്ചോളും മോളെ. കുറച്ചു ദിവസം കഴിയുമ്പോ കള്ളുകൂടിയൊന്നും ഇല്ലാതെ സൂര്യ സാറ് ചിരിച്ചും കളിച്ചും ടൂറ് പോയി ഏറ്റവും അപ്പോ. അതിനിടയിൽ ഇതുപോലുള്ള അവതാരങ്ങളൊന്ന് കാണാതിരുന്നാ മതി. എന്തത്? അല്ല, പിന്നെ ഞാൻ ഈ മിത്രമേടത്തിന്റെ കാര്യം പറഞ്ഞതാ. അതൊരു പാവ രാജേട്ടാ, വെറുതെ അവരെ കുറ്റം പറയണ്ട. മോളെ, ഈ മിന്നണതൊന്നും പൊന്നല്ല എന്ന് പണ്ടുള്ള കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് മറക്കണ്ട കേട്ടാ. നന്ദിനിക്ക് ഈ മിത്രമേടത്തിനോട് ഒട്ടും ദേഷ്യമില്ലേ? ഞാനെന്തിനാ മിത്രമാരത്തിനോട് ദേഷ്യപ്പെടുന്നേ? അവരുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് കഷ്ടാ തോന്നുന്നേ. ഞാനിത് സൂര്യ സാറിനോട് പറഞ്ഞിട്ടുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്യാണ പന്തലിൽ കയറി നിന്നിട്ട് കൺമുന്നിൽ വെച്ച് ആ താലി വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ കെട്ടാന്ന് പറഞ്ഞാ ആർക്കെങ്കിലും താങ്ങാൻ പറ്റുന്ന കാര്യമാണോ? ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ആ നിമിഷം വീണ് ചത്തുപോയേനെ. മിത്രമേട ഇനിയും വരുമായിരിക്കും അല്ലേ? വരണെങ്കി വന്നോട്ടെ. നന്ദിനി നന്നായിട്ട് പെരുമാറിയതുകൊണ്ട് എന്തായാലും വരും. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ നന്ദിനി. എന്താ? മിത്രമേടത്തിന് സൂര്യ സാറിന് വലിയ ഇഷ്ടമായിരുന്നില്ലേ? അപ്പോ പിന്നെയും വന്ന ആ ഇഷ്ടം പിന്നെയും തോന്നിയല്ലോ. തോന്നിക്കോട്ടെ. സ്വന്തം ഭർത്താവിനോട് വേറൊരു പെണ്ണിന് സ്നേഹം തോന്നുന്നു പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലെന്നോ? എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, അങ്ങനെ മിത്രമേടം വന്നിട്ട് സൂര്യ സാറിനോട് അടുത്തിട്ട് അവര് തമ്മിൽ ഒന്നിക്കാൻ വല്ലതും തീരുമാനിച്ചാലോ? ഹലോ, അവരൊന്നിക്കുമ്പോ ഒന്നിച്ചോളും. ഇതുപോലുള്ള വർത്താനം ഈ അടുക്കളയിൽ നിന്ന് പറഞ്ഞ തിളച്ച വെള്ളത്തിൽ നിന്റെ മുഖം പിടിച്ച് മുക്കും ഞാൻ. മോൾ എങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നേ? വിവരമില്ലാത്തവരുടെ ചോദ്യങ്ങളല്ലേ, അവര് ചോദിച്ചിട്ട് അങ്ങ് പോയിക്കോട്ടെ. വിവരം ഇല്ലാത്തോണ്ടല്ല, എവക്ക് ഇത്തിരി വിവരം കൂടുതലാ. അത് രണ്ടെണ്ണം കിട്ടിയാലേ മാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുള്ളത് ആണോ? ആ. ഇനി മേലാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നന്ദിനി മോളോട് ചോദിക്കരുത്. നന്ദിനി മോള് നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് വച്ച് നീ തലയിൽ കരുതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഹലോ, പുറത്ത് കുറച്ച് ജോലിയില്ലേ, അത് പോയി ചെയ്. പോയി ചെയ്. എന്തത്? മോളെ, അവക്കധികം സ്വാതന്ത്ര്യം കൊടുക്കണ്ട. അവളെ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. രാജുവേട്ടന് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പിശാശുണ്ടല്ലോ, എന്നെ ഒന്നും ചെയ്യില്ല. മോക്കൊരു ദ്രോഹം വരാതിരിക്കാനാ ഞാൻ പറഞ്ഞേ.